ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു പാവയ്ക്ക തോരനാണ്. ഒട്ടും കയ്പൊന്നും ഇല്ലാതെ തന്നെ നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാവയ്ക്ക തോരനാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പാവയ്ക്ക റെഡിയാക്കുമ്പോൾ കയ്പില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ആദ്യം ചെയ്തു വയ്ക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് പാവയ്ക്കാണ്. വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വെക്കുക. കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും ആ ഒരു മഞ്ഞൾപ്പൊടി ഉപ്പും എത്തത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. മിനിമം ഒരു 10 മിനിറ്റ് മുതൽ മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ്. നല്ലതുപോലെ പാവയ്ക്കയിൽ നിന്ന് ആ ഒരു വെള്ളം ഊറി വരും. ഇത് നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഉപ്പാണ്. ഉപ്പ് നല്ലതുപോലെ പാവയ്ക്കയിലേക്ക് പിടിച്ചിട്ട് ആ ഒരു വെള്ളത്തോടു കൂടി ഊറി വരുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പാവയ്ക്കയിൽ നിന്ന് നല്ലതുപോലെ ആ കയ്പ്പ് രസം മാറി നിൽക്കും. ഒട്ടും തന്നെ കയ്പ്പ് ഉണ്ടാവില്ല. എന്ന് വെച്ച് പാവയ്ക്കയുടെ വേറെ ഗുണങ്ങളൊന്നും ഇല്ലാതാവുമൊന്നുമില്ല. ആ ഒരു നല്ല കട്ട കയ്പ്പൊന്ന് മാറിയിട്ട് നല്ലതുപോലെ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു പാവയ്ക്ക തോരൻ വെക്കുമ്പോൾ റെഡിയായി കിട്ടും. ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൽ കുറച്ച് അളവിൽ തന്നെ ആ ഒരു വെള്ളം ഉണ്ടാവും. പാവയ്ക്കയിൽ നിന്ന് ഊറി വന്ന വെള്ളവും അതുപോലെ ആ ഒരു ഉപ്പുനീരുമാണത്. അത് നമുക്ക് യൂസ് ചെയ്യേണ്ട, അത് കളയാം. ഞാനിവിടെ മുഴുവനായിട്ടും പാവയ്ക്ക ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരണം. അപ്പോഴാണ് നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. 2 മീഡിയം സൈസ് പാവയ്ക്കയ്ക്ക് ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചെറുതായിട്ട് തന്നെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള കുറച്ച് കൂടുതലിട്ടാൽ നല്ലതായിരിക്കും, നല്ലൊരു രുചിയാണ്. അപ്പോൾ 2 മീഡിയം സൈസ് ഒക്കെ പാവയ്ക്ക എടുക്കുമ്പോൾ ഒരു വലിയ സവാളയോ അല്ലെങ്കിൽ 2 മീഡിയം സൈസ് സവാള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവിനനുസരിച്ച് 3-4 ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ഒരുപാട് അങ്ങ് വഴണ്ട് ട്രാൻസ്പെറൻ്റ് ആയി വരണമെന്നില്ല. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മഞ്ഞ കളറായിട്ടിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ട് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞ് ടേസ്റ്റ് മാറിപ്പോകുന്നതാണ്. പൊടികളെല്ലാം വഴണ്ട് നല്ലതുപോലെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചിടണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ചതച്ചിട്ടൊന്നുമില്ല, ഒതുക്കിയിട്ടില്ല. സാധാരണ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഇടുന്നത് നല്ല രുചിയാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാവയ്ക്കയിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിഴിഞ്ഞതിന് ശേഷം രണ്ടാമതെടുത്ത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പാവയ്ക്ക നല്ല തിന്നായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും എടുക്കില്ല വേവാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ നല്ല രുചിയുള്ള ഒരു പാവയ്ക്ക തോരനാണ്. വളരെ സിമ്പിളാണ്, ഒട്ടും തന്നെ കയ്പും ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പാവയ്ക്ക തോരനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.